ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് എടുക്കാൻ പോകുന്ന ഒരു സജഷൻ വന്ന ടോപ്പിക്കാണ്. അതായത് തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ഒരു മനോഭാവം എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്നവർ മാത്രം കാണുക. തേർഡ് പാർട്ടി ഇല്ലാത്തവരാണ്, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാണണമെന്നില്ല, നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ആദ്യമേ നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി നോക്കാം. കൺട്രോളാണ്. ഇനി നമുക്ക് തേർഡ് പാർട്ടിയുടെ എനർജി എങ്ങനെയാണെന്നറിയാം. ഓക്കെ, തേർഡ് പാർട്ടിയുടെ എനർജി ആയിട്ട് നമുക്ക് നത്തിങ്നെസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് റെഡിയല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇമോഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ്, അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിക്കാതെ കുറച്ചൊരു ബലംപിടുത്തത്തിൽ നിൽക്കുന്ന, കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടും കൂടിയുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയല്ല, അവിടെ ഒരു ബാരിയർ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ആൾ വരുത്തി എടുക്കുന്നതുമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയോട് അത്രയധികം ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വിട്ട് നിൽക്കുന്ന ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ അടുപ്പിക്കാതെ ഒരു ഡിസ്റ്റൻസിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന എനർജി ആയിട്ടാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി അതുപോലെ തേർഡ് പാർട്ടിയുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ നോ തിങ്നെസ്, ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ശൂന്യത നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു ക്ലിയർ പിക്ചർ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് എൻഡപ്പ് ആയിട്ടുണ്ടാവാം, എന്നാൽ വിചാരിച്ച പോലെ പുതിയ കാര്യങ്ങൾ തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ അതിനിടയിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിൽനെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തം ആ ഒരു ശൂന്യത നമുക്കിവിടെ കാണാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം തേർഡ് പാർട്ടി ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മൾ നേരത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ അവരോടുള്ള എനർജിയിൽ കണ്ടതാണ്, അവരൊരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അടുപ്പം കാണിക്കുന്നില്ല, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്ന ആ ഒരു ധാർഷ്ട്യമുള്ള എനർജിയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇവർ പെരുമാറുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം തേർഡ് പാർട്ടിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായ്മയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതൊക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിക്കുന്നു, ചിലപ്പോൾ പാസ്റ്റിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ അവരോട് മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. 6 of air, transformation, king of water, 6 of water, 4 of fire, 10 of air,
Messenger of air, Tower, Nine of fire, King of earth, Star, Page of fire, Hanged man, Two of air. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോണം എന്നാണ് ഈ ഒരു തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. മാറിപ്പോണം എന്നുള്ളത് മാത്രമല്ല, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പോകുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ എൻഡ് ആവാനായിട്ട് ഈ തേർഡ് പാർട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീയൂണിയൻ ആയിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുള്ള വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് മുതൽ അറിയുന്ന പേഴ്സൺസ്, ആ ഒരു തരത്തിലൊക്കെ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളതെന്നാണ് അവർ കരുതുന്നത്. അത്രയും ആ ഒരു ബോണ്ടിങ് ഉള്ളൊരു കണക്ഷനാണ്. അപ്പോൾ അത് അവരുടെ സ്വസ്ഥത സമാധാനമൊക്കെ തകർത്തതായിട്ട് ആ ഒരു പേഴ്സൺ കാണുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നമ്മൾ പറഞ്ഞാണ്, നിങ്ങളുടെ പേഴ്സൺ വലുതായിട്ട് അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുന്നുണ്ട്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. എന്താ എന്തെന്നറിയാത്തൊരവസ്ഥയിലാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൂടിച്ചേരൽ കൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നേരത്തെ ആദ്യമേ കണ്ടതുപോലെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകാനായിട്ട് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുക എന്നുള്ളത് മാത്രമല്ല, അത് എൻഡ് ആവാനായിട്ട്, ഒരു കണക്ഷൻ എൻഡ് ആവാനായിട്ടും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ചിലവരുടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തേർഡ് പാർട്ടിയെ നന്നായിട്ട് അറിയായിരിക്കാം, തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. അപ്പോൾ ചില കേസസിൽ രണ്ടുപേർക്കും പരസ്പരം നല്ലതുപോലെ അറിയാമായിരിക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ആയിരിക്കണം. കാരണം നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിലൊക്കെ നല്ലതുപോലെ അറിയുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു റീയൂണിയൻ കിട്ടിയിട്ടുള്ള വ്യക്തികളായിരിക്കും. ദാറ്റ് മീൻസ് ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളവരായിരിക്കാം. എല്ലാവരും ആവണമെന്നില്ല, അങ്ങനെയുള്ളവർക്കും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എല്ലാത്തിനെക്കുറിച്ചും നല്ലൊരു നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ അത്രത്തോളം, നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സ്ഥിതി വരെ എത്താനായിട്ടുള്ള കാരണം നിങ്ങളുടെ ബോണ്ടിങ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. അപ്പോൾ മേ ബി ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു റിയൂണിയനോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയിട്ടുള്ളൊരു സമയമായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർക്ക് ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കാം അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ് വാച്ചിങ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് തകർത്തിരിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അത് കുറച്ചൊരു ടഫാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും അവരുടെ റിലേഷൻഷിപ്പ് ഏത് വിധേന പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി വരുത്താനായിട്ട് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആരുടേതാണെന്നുണ്ടെങ്കിലും, അത് ഓരോ വ്യക്തികൾക്കും അവരുടെ റിലേഷൻഷിപ്പിനെ ആശ്രയിച്ച് പല ആളുകളായിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ
തകർക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ട്. സാധാരണയായിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി കുറിച്ച് പറയുമ്പോഴത്തേക്കും തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു കല്ലുകടിയായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. അല്ലെങ്കിൽ അത് ഒരു പതനത്തിലേക്ക് എത്താനുള്ളൊരു കാര്യം നിങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു ഡിസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മുഖാന്തരമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ചൊന്നും പറയുന്നുണ്ടാവില്ല. അവർ ഓൾറെഡി ആ ഒരു കൺട്രോളിങ് മൈൻഡിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലൊരു സംഭാഷണമോ കാര്യങ്ങളോ ഉണ്ടോ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാനായിരിക്കാം ഇവർ കൂടുതലായിട്ടും ഒബ്സർവ് ചെയ്യുന്നത്. ഇനി അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണേക്കാളും പല കാര്യങ്ങളിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ കരിയർ വൈസ്, ഫാമിലി വൈസ്, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ്, അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണേക്കാളും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ ഒരു സ്റ്റാറായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ചില ക്വാളിറ്റീസാണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് നിർത്തുന്നത്. അല്ലെങ്കിൽ അത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഫിനാൻഷ്യലി ഉള്ള കൈമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരു ആംഗിളിലൂടെ അവർ നോക്കി കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്, കെയർ കൊടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രശസ്തി കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് കൂടുതലായിട്ട് നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇത് നോക്കി കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ഈ ഒരു തേർഡ് പാർട്ടി കറൻ്റ്ലി ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജി, ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാം. അതായത് അങ്ങനെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിന്തിച്ചിട്ട് പിടികിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, എന്താ വേണ്ടത് എന്നൊക്കെയുള്ള ഒരു ആ ഒരു സഡൻ ആയിട്ടുള്ള ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ വേറെ ചില കാർഡ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നിശബ്ദത, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണാം. അതായത് ചില കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് പറയാനോ പ്രവർത്തിക്കാനോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നിയന്ത്രിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് ലെവലിൽ പോകുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിച്ച് നോക്കുന്നതായിട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ് ഇല്ലാത്ത ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുറച്ച് കാര്യങ്ങളായിരിക്കും അറിയുന്നത്. ബാക്കി പകുതി കാര്യങ്ങൾ അവർ ചിലപ്പോൾ ചിന്തിച്ചെടുക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള ഒരു രീതി കൊണ്ട് അവർ തന്നെ മനസ്സിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ആലോചിക്കുന്നുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ അവരുടെ ഒരു തോന്നലാണോ, എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു ലെവലിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെയിറ്റിംഗ് എനർജിയാണ്. കാത്തിരുന്ന് കാണാം എന്നുള്ള രീതിയിൽ അവരുടെ റിലേഷൻഷിപ്പിനകത്തൊരു സ്റ്റക്നെസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്കൊരു സ്റ്റക്നെസ് അനുഭവപ്പെടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് മുഴുവനൊരു ക്ലാരിറ്റി നിങ്ങളുടെ കാര്യത്തിലും ഇല്ല. പല കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും അവരായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഇനി കുറേയൊക്കെ അവരുടെ ഒരു തോന്നലാണോ എന്നുള്ളൊരു ചിന്താഗതിയും ആ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു ടു ഓഫ് എയർ എനർജിയാണ്. അപ്പോൾ ഒരു മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. മാത്രമല്ല അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഒരുപാട് ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്നു, ത്യാഗം സഹിക്കുന്നതായിട്ടൊക്കെ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ആക്ഷൻ എടുക്കാനായിട്ടും ഒരു ഇമ്പൾസീവ് നേച്ചറൊക്കെ അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അവരൊരു സംയമനപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ, ഒരു കണ്ണുകെട്ടിയ അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയി പോകുന്നത്. അപ്പോൾ അവർക്ക് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് കുറച്ചൊക്കെ ഒരു തോന്നലാണോ എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു അപ്രോച്ചും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡിറ്റാച്ച് ആയിട്ട് നിന്നുകൊണ്ട്, അതായത് ഒന്നും അറിയാത്ത പോലെ നിന്നുകൊണ്ട് വളരെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു മോഡ് ഇപ്പോൾ ആ ഒരു തരത്തിലായതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി ഈ ഒരു പേഴ്സൺ ഈഗറായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാനും അന്വേഷിക്കാനും നിങ്ങളുടെ കണക്ഷനെക്കുറിച്ച് അവർ ഒരുപാട് ബോധറാവുന്നതൊക്കെ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും
നിങ്ങൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോവാൻ എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കണക്ഷൻ എൻഡ് ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യണം, നിങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റേതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ അവർ കുറച്ചൊരു നിശബ്ദമായിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് അതും കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു അവസ്ഥ ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇത് ഓൾറെഡി ഒരു തേർഡ് പാർട്ടി എനർജി ആയതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ക്യാരക്ടറൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജും. അപ്പോൾ കുറച്ച് പേഴ്സൺസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയോട് കൂടുതൽ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ അവർ ഒഴിവാക്കി നിർത്തുന്നു എന്ന് നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് റെസൊനേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ നമ്മൾ പല എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡിസ്ട്രക്റ്റ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ വേദനിപ്പിച്ചു എന്നൊക്കെയുള്ള എനർജീസ് റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ന്യായം. അതായത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ന്യായം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് തുടരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ബോണ്ടിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. തേർഡ് പാർട്ടി മൂലമുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.